ഇങ്ങോട്ട് വാ. ആഹാ ഇവിടെയാണോ? എന്താ പരിപാടി? കണ്ടൂടെ ചമ്മന്തി അരയ്ക്കുന്നു. ആ നീ ഇത് അരച്ചിട്ടുണ്ടെങ്കിൽ അവള് കണ്ടിട്ട് എടുത്ത് ചാടെ. എന്തിന്? വെള്ളച്ചമ്മന്തി. അവിടെ നിങ്ങൾ കളിയാക്കുന്ന അങ്ങനെയല്ലേ? അവല്ലേ ക്ലീറ്റല്ലേ? അവിടെ ഉണ്ട്. അടിപൊളി. കാത് പഴുക്കൂട്ടാ. ആ അമ്മയ്ക്ക് പഠിക്കണ നീ. പണ്ട് അമ്മ എങ്ങനെയല്ലേ അവളെ പറ്റിച്ചോണ്ടിരുന്നത്? അരച്ചിട്ട് കൈയിട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട്. താ ഉപ്പില്ല. ആ ഇതാ തരാത്തത്. പോടുന്നു. അന്നോടെ ക്ലീറ്റോ. അല്ലയോ? ഓ ദേ ഇങ്ങോട്ട് വാ. ദേ ഇങ്ങോട്ട് അളിയൻ. എന്താ അമ്മ അല്ലല്ലയാ മറ്റേ ഞാനൊരു ഇനോവയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അത് നടക്കൂല. അളിയോണ്ട് അറേഞ്ച് ചെയ്. എന്താ പറഞ്ഞേ? ഞാനൊരു ഇനോവ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞത് നമ്മുടെ കല്യാണത്തിന് പോയി ഞായറാഴ്ച. അപ്പോൾ അത് നടക്കില്ല. 2 ദിവസം കഴിഞ്ഞ് എത്തുള്ള വണ്ടി. ഓഹോ അവന്മാർ വരുമ്പോൾ താമസിക്കും. അപ്പോൾ കല്യാണത്തിന് പോകണില്ലേ? കല്യാണത്തിൽ പോകണം. വേറെ വണ്ടി വേണം. അളിയാ വരണം അറേഞ്ച് ചെയ്യും. ഞാനാ? ഇപ്പോൾ സമയത്തൊക്കെ പറഞ്ഞാൽ എങ്ങനെ അറേഞ്ച് ചെയ്യും? അത് നമ്മൾ ഇന്നലെ തീരുമാനിച്ചല്ലേ ഉള്ളൂ. എന്നാലും ഒരു വണ്ടി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ സമയം ഒന്നും അത് ഓട്ടോ ഞായറാഴ്ച ഒരുപാട് കല്യാണമുള്ള ദിവസങ്ങളിലാ. ഒരുപാട് പരിചയക്കാരുള്ളതല്ലേ? ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കേ. അല്ല നീ പറഞ്ഞ അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറ. അവൻ അറേഞ്ച് ചെയ്താൽ ചിലപ്പം അതായിരിക്കും നല്ലത്. ഞാനൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേ നീ അത് ശരി പിന്നെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്യാം. അല്ലേ എന്നാ പിന്നെ നീ എന്തിനും പിന്നെ ഇവിടെ നിന്ന് എന്നോട് ചോദിച്ചാൽ അതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നോക്കട്ടെ. അല്ല ഉണ്ട് വണ്ടി വേണം. അൻസാറിൻ്റെ മാമാക്കൊരു വണ്ടിയുണ്ട്. നീ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഞാൻ എൻ്റെ ഒരു ജോയിലാലുണ്ട്. ഞാൻ ജോയിലാലിനെ വിളിക്കാൻ വരട്ടെ. അൻസാറിൻ്റെ മാമാടെ ഒരു നല്ല ഇന്നോവ കിടപ്പുണ്ട്. അത് അവിടെ ഒതുക്കിയിട്ടെങ്കിൽ വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്ത അതാകുമ്പോഴേ നമുക്ക് സ്വതന്ത്രമായിട്ട് പോകാനും കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുമേ. വേഗം പറഞ്ഞോ. വണ്ടിയാ ഞാൻ പറഞ്ഞത് നടക്കൂല. കേജറാണല്ലേ വേറെണ്ണം കറക്റ്റ്. അൻസാറേ അളിയാ നമ്മൾ പറഞ്ഞില്ലേ മറ്റേ അല്ല ഞാൻ എപ്പോഴും പറയാറില്ലേ വണ്ടിക്ക് എന്തെങ്കിലും ഓട്ടം പറഞ്ഞെങ്കിൽ ഇന്നോവ വേണമെന്ന് ഞാൻ പറയാറില്ലേ. ഞായറാഴ്ച ഒരു ഓട്ടം ഉണ്ട്. എവിടെ അളിയാ നമ്മൾ പോകണം? കൊല്ലത്ത് മാടന്ന ഒരു കല്യാണം. മറ്റേ ലവൻ്റെ ഫാസിലിൻ്റെ ബന്ധുവിൻ്റെ. ആ ആ ആ ശരി മാമാടുത്ത് പറയണം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറയണം. ആ ശരി ഓക്കെ എത്ര രൂപ ചോദിച്ചാ? പറഞ്ഞു അത് കുഴപ്പമില്ല. എത്ര രൂപ കൊടുക്കേണ്ടി വരും? 5000 രൂപ. 5000 രൂപ? 5000 ആണ് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും കുറവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 3500 രൂപയ്ക്കാണല്ലോ ഓടാന്ന് പറഞ്ഞത്. ചുമ്മാ അല്ല അവൻ വരാത്തത്. 3500 രൂപ കൊല്ലം വരെ പോയി അവന് നഷ്ടമാണ്. അവൻ മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം വണ്ടി ഇല്ലെന്ന് പറഞ്ഞാൽ ട്രെയിനും പോടാന്നാ. അത് ശരിയായിരുന്നു. ട്രെയിനിലാകുമ്പോൾ നമുക്ക് എല്ലാവരും കൂടെ അങ്ങ് പോകാനും പറ്റും. അതെ ബുദ്ധിമുട്ടില്ലല്ലോ. ട്രെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ട്രെയിൻ നിങ്ങളുടെ വീടിൻ്റെ നടയിൽ വന്ന് കിടക്കുമോ? ഇല്ലല്ലോ. നമ്മൾ അവിടെ പോകണം റെയിൽവേ സ്റ്റേഷന്. അതിന് എത്ര സമയം നമ്മൾ അവിടെ കാത്തുനിന്ന് ഇവിടെ കാത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ അതൊന്നും വേണ്ട. അതുപോലെ അമ്മയ്ക്ക് പാടായിരിക്കും. പിന്നെ മാത്രമല്ല നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് നമ്മൾ ഒരു ഗമയിലൊക്കെ ചെല്ലുമ്പോൾ അതിപ്പോൾ കുറവ് ചെയ്ത് തരും. പിന്നെ ഒരു കണക്കിന് നമുക്ക് എന്തായാലും മറ്റവൻ്റെ വണ്ടി കിട്ടാത്ത നന്നായി. അൻസാറിൻ്റെ വണ്ടിയാകുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ ഡ്രൈവറായിട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ അല്ല ഞാൻ ഓടിക്കും. അല്ല എങ്കിലും അപ്പൊ ഡ്രൈവർ വേണ്ടല്ലോ. ഡ്രൈവർ വേണ്ട. ഡ്രൈവർ വേണ്ടാതെങ്കിൽ ഒരു 1000 രൂപ കുറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 4000 രൂപ. 2 രൂപ നീ 2 രൂപ ഞാൻ. അങ്ങനെയല്ലേ വേണ്ടത്? അതെ ഞാനല്ലേ വണ്ടി ഓടിക്കണേ. അതിന് ഒരു മര്യാദ കാണിത്. ഞാൻ ഒരു 1000 ഇടാം. എന്താണ് ഈ പറഞ്ഞത്? കല്യാണത്തിന് ഞാൻ പൈസ കൊടുക്കണം. നിന്റെ കൂട്ടല്ലായിരുന്നെ ഞങ്ങളിപ്പോ കല്യാണത്തിന് പോകേണ്ട കാര്യമുണ്ടോ? അല്ലേ അടുക്കള ഒരുപാട് ചെല്ലുന്നു. നീ പോ. 2000 രൂപ നീ 2000 രൂപ ഞാൻ. ഞായറാഴ്ച രാവിലെ വണ്ടി ഇവിടെ എത്തണം. ഇത്രേ ഉള്ളൂ. ചെല്ല്. ഞായറാഴ്ച വണ്ടി ഇവിടെ എത്തും. ഇത് ക്ലീറ്റസ് ആണ് ബുക്ക് ചെയ്തേക്കണം. കണക്കനല്ല. ഒരു LCD ടിവിയും സിനിമയും കൂടെ കാണുന്നോണ്ട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാവുമോ? ഓ 2000
കനകന് ഞാൻ എന്തായാലും അൻസാറിനൊരു 500. അമ്മോ അമ്മാ ഇത് ചെറിയ പിള്ളേരെ കാലം കഷ്ടമായില്ല. വേഗം ഇറങ്ങി വരീ. അവസാനം ക്ലീറ്റോ എത്തിയതില്ല. അമ്മാ ആ സുന്ദരിയായിട്ടുണ്ടല്ലോ, അടിപൊളി. അവളെവിടെ? ഇത് ഇന്നത്തേക്ക് വണ്ടി വന്നില്ലല്ലോ, വണ്ടി വരട്ടെ. വണ്ടി ഇപ്പൊ വരാറായി. അവ ഇപ്പൊ വിളിച്ചപ്പോ വരുന്നാ പറഞ്ഞ. ജമന്തി ആ മക്കളെടിയായ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ. അമ്മ എവിടെ? അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതാണ് ഇനി തീരാത്തത്. അത് തീരൂലല്ലേ. വാ വാ വാ. ആ ഓടി വാ. ഞാൻ അവനെ പോയി കത്തയക്കണമെന്ന് അറിയാൻ വേണ്ടി. ഓ ഇതുവരെ കൊടുത്തില്ലേ? വാടി മതിയടി. എന്തോന്ന് കിടന്ന് മരിക്കും. പോണ്ടേ? ആ അല്ല ഈ കൊള്ളാം അമ്മ. അമ്മ പോണ വഴി കുടിക്കാൻ വല്ല വെള്ളം വല്ല എടുത്താ? വെള്ളം വല്ല എടുത്താ? അത്രയ്ക്ക് അങ്ങ് ദൂരം കിടപ്പോണ്ട്. പിന്നെ 3-3.5 മണിക്കൂർ യാത്രയില്ലേ? ഒരു പൊതി ചോറും കൂടി എടുത്താലോ എന്നാ? എന്ത് ഒരു കുപ്പി വെള്ളം മേടിച്ചു തരാൻ പറ്റൂലേ നിനക്ക്? പൈസ ആര് കൊടുക്കും? 20 രൂപ എടുക്കാനില്ലേ? ഇല്ല. കല്യാണത്തിന് പൈസ കൊടുക്കണം, വണ്ടിക്കൂലി കൊടുക്കണം. പകുതി പൈസ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഏട്ടാ പോണ വഴിക്ക് ആ കടയിലൊന്ന് നിർത്തണേ. ഒരു നാരങ്ങ മേടിക്കണം, ചിലപ്പോ ഞാൻ ഛർദിക്കും. നീ അത് വരി. അതിനൊരു കവർ എടുത്ത് കൈ പിടിച്ചാ പോരെ? എടാ എന്തോന്നത്? എന്ത് മുണ്ട്? വേറെ ഒന്നുമില്ലേ നിനക്ക്? ആ സ്വർണ്ണക്കസ വെള്ളം മുണ്ടെടുത്ത് എന്റെ കല്യാണമല്ലേ കഴിക്കാൻ പോണത്? ഒരെണ്ണം കഴിച്ചാൽ മതിയായിരിക്കും. ഉള്ളിലട്ടോ ക്ലീറ്റോന്റെ കൂടെ നടക്കുമ്പോഴത്തേനും 10 പേര് ശ്രദ്ധിക്കും, അതുകൊണ്ട് പറഞ്ഞതാ. ഇതെന്തോന്ന്? കവർ ഛർദിക്കുവാണെങ്കിൽ അവനും കൊണ്ട് നടക്കുന്നു നാണം കെട്ടുകാരൻ. രാവിലെ തൊട്ട് തുടങ്ങി ബഹളമാ. വീടും അടയ്ക്കൂല, ഒരു വീടും അടയ്ക്കില്ല. അവൻ എവിടെ? ഇത് അവനെ വിളിച്ചു നോക്ക്. എന്തോന്ന് നിന്റെ കല്യാണമൊന്നും അല്ലല്ലോ, അവിടെ വന്നോളും. സമയമായില്ലേ? അവിടെ ചെന്ന ഫാസിന്റെ അവിടുത്തെ കല്യാണം അല്ലേ? അപ്പൊ നമ്മള് നേരത്തെ പോണ്ടേ? വരട്ടെ, ഇതൊക്കെ ചെയ്യപ്പോ വരട്ടെ. നീ ഒന്ന് വിളിച്ചു നോക്ക്, ക്ലീറ്റോനെ വിളിച്ചു നോക്ക്. അതിങ്ങനെ ഇട്ടാ ഞാൻ ഇനി എനിക്ക് നിൽക്കാൻ വയ്യ. നിങ്ങൾ എന്തെങ്കിലും അവിടെ ഇരുന്നോ, ഇനി സാരി ഒന്നും ഉടക്കണ്ട. അഴുക്കാവൂലേ? നീ ഇരിക്കണ്ട, നിന്റെ ഉടുപ്പ് എന്നെ വെള്ളം. മുമ്പിൽ ഇരുത്തണേ. എന്നെ കൊണ്ട് വയ്യ. ഈ 3-3.5 മണിക്കൂർ സമയമൊക്കെ ഇങ്ങനെ മുടുക്കി പിടിച്ചും കൊണ്ടൊന്നും ഇരിക്കാം. ഞാൻ പറഞ്ഞേ, ഞാൻ സൈഡിലിരിക്കും. Alien versus Alien.